ന്യൂസ് ഡെസ്കിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ. കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഇവർ ഒരുങ്ങുന്നത്. എംപിമാരിൽ പകുതിയോളം പേർ ഇപ്പോൾ മത്സരിക്കുവാനായി കരുക്കൾ നീക്കുകയാണ്. ജയിച്ചാൽ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്ന നേതാക്കളാണ്. പ്രധാനമായും എംപി സ്ഥാനം വേണ്ട, MLA പദവി മതി എന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. നിലവിൽ ഈ നീക്കം ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല. മന്ത്രി കുപ്പായം തുന്നുന്ന എംപിമാരിൽ ഇവരൊക്കെയുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്, കെ സുധാകരൻ, ആന്റണി. ചില എംപിമാർക്ക് ഇളവ് നൽകും എന്നുള്ള സൂചനയും വരുന്നുണ്ട്. 7 എംപിമാരാണ് പ്രധാനമായും ഉള്ളത്. MK രാഘവനും ഇക്കൂട്ടത്തിലുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ബെന്നി ബെഹനാനും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്താൻ ആഗ്രഹിക്കുന്നയാളാണ് അടൂർ പ്രകാശ്. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ മിക്കവാറും ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയേക്കും. അദ്ദേഹത്തിന് മത്സരിക്കുവാൻ അവസരം നൽകിയേക്കും. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, എംപിമാരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഇത് പ്രതീക്ഷ ഒരു കാര്യം തന്നെയാണ്. കാരണം കേന്ദ്രത്തിൽ അവിടെ എന്തെങ്കിലും ഒരു റോൾ ഇവർക്കില്ല. ഡൽഹിയിൽ വലിയ റോളൊന്നുമില്ല. പക്ഷേ 2026 ചിലപ്പോൾ UDF അധികാരത്തിൽ വന്നേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തിയാൽ മന്ത്രി പദവി മോഹിക്കുന്നവർ കൂടിയാണ് ഇവർ. പക്ഷേ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാലും 1-2 പേർക്ക് നൽകിയേക്കാം എന്നതൊഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പോൾ വേണോ? തീർച്ചയായും മഞ്ജുഷ്, ഇത് തന്നെയാണ് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന വിഷയവും. ഒരുപക്ഷെ കോൺഗ്രസിന് എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ് ഈ അധികാര സാധ്യത തേടിയുള്ള നീക്കങ്ങൾ. അതിന് സമാനമായൊരു നീക്കമാണ് ഇത്തവണ കോൺഗ്രസിന് ദേശീയ തലത്തിൽ അധികാരം കിട്ടിയാൽ അത്തരമൊരു പ്രതീക്ഷ പുലർത്തി പാർലമെന്റിലേക്ക് മത്സരിച്ച ഒരു പിടി എംപിമാരുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ മനസ്സിൽ അപ്പോഴും ബാക്കി നിന്ന ഒരു മോഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരിക എന്നതാണ്. ഇത്തവണ UDF അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഭരണം കിട്ടിയേക്കാം. അങ്ങനെയെങ്കിൽ ഡൽഹിയിൽ ഇരുന്ന് പോയതുകൊണ്ട് മാത്രം തങ്ങളുടെ മന്ത്രിസ്ഥാനം എന്ന അവസരം നഷ്ടമാവരുത് എന്നൊരു പ്രതീക്ഷയുണ്ട്. അതായത് കേരളത്തിൽ നിയമസഭയിൽ മത്സരിച്ച് UDF ഭരണം കിട്ടിയാൽ മന്ത്രിസഭയിൽ എത്താം എന്ന പ്രതീക്ഷയുള്ള ഒരു പിടി എംപിമാരാണ് ഈ മോഹവുമായി ഇപ്പോൾ കളത്തിലിറങ്ങുന്നത് എന്നതാണ്. നമുക്ക് കൃത്യമായ കണക്കെടുത്താൽ 7 അതിലധികമോ എംപിമാരെ ഈ ഗണത്തിൽ പെടുത്താവുന്നതാണ്. നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ച പേരുകളാണ് അതിൽ ശ്രദ്ധേയമായ പേരുകൾ. അവരുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നതിന് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, ചില സാമുദായിക കാരണങ്ങളുണ്ട്, ചില മുന്നണി സമവാക്യങ്ങളുമുണ്ട്. അതിന് കൃത്യമായ ചില ധാരണകൾ മുന്നണിക്കകത്ത് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നതുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വാർത്ത എന്ന രീതിയിലേക്ക് നമുക്കത് പ്രസന്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ആ എംപിമാരുടെ പേര് പരിഗണിക്കുമ്പോൾ തിരുവനന്തപുരം മേഖലയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അത് ആറ്റിങ്ങൽ MP കൂടിയായ അടൂർ പ്രകാശിൻ്റെ സാധ്യത നമുക്ക് ആദ്യം പരിഗണിച്ചു പോവേണ്ടതുണ്ട്. കാരണം അടൂർ പ്രകാശിനെ സംബന്ധിച്ച് കോന്നി സീറ്റ് നഷ്ടപ്പെടാൻ കാരണം യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിൻ്റെ ആറ്റിങ്ങിലേക്കുള്ള വരവോടുകൂടിയാണ്. തിരികെ വന്ന് കോന്നി തിരികെ പിടിക്കുക, ഒപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുക. അദ്ദേഹം കേരളത്തിലെ മുന്നണി കൺവീനർ കൂടിയാണ് UDF. സ്വാഭാവികമായും ആ രാഷ്ട്രീയ സാധ്യതയിലൊക്കെ അദ്ദേഹം സംസ്ഥാനത്ത് വേണമെന്ന് അടൂർ പ്രകാശിനും ആഗ്രഹവുമുണ്ട്. അതിനപ്പുറം മുന്നണിയിൽ അടൂർ പ്രകാശിന്റെ പേര് പരിഗണിക്കുന്നതിന് മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. അത് നമുക്ക് വിശദമായി പരിശോധിക്കാം. എംപിമാരുടെ മറ്റു പേരുകളിലേക്ക് വരുമ്പോൾ ആന്റണി എന്ന പേരിന് മറ്റൊരു പ്രാമുഖ്യമുണ്ട്. ആന്റണി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതുവരെ പരീക്ഷിച്ച് നിൽക്കുന്ന നിയമസഭാംഗമായിട്ടില്ല. പക്ഷേ ആന്റണിക്ക് ഒരു മോഹമുണ്ട്. നിയമസഭയിലേക്ക് വരണം, മത്സരിക്കണം, മന്ത്രിയാവണമെന്ന മോഹമുണ്ട്. വെറും MLA സ്ഥാനമല്ല ഇവരുടെ ആഗ്രഹം, മറിച്ച് മന്ത്രിസ്ഥാനമാണ് ആന്റണിയുടെ സാധ്യത. ആന്റണി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പേരാണ്. സ്വാഭാവികമായും ആ പരിഗണന കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ തനിക്ക് ഇത്തവണ MLA ആവണം, മന്ത്രിയാവണമെന്ന മോഹം ആന്റണിക്കുണ്ട്. സ്വാഭാവികമായും ആന്റണി ഏതെങ്കിലും ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചല്ല ആഗ്രഹം പുലർത്തുന്നത്. പക്ഷേ നിയമസഭ എന്ന മോഹം അദ്ദേഹം ഏറെക്കുറെ പരസ്യമായി ഉന്നയിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു നീക്കം ഏറെക്കുറെ വീണ്ടും പരസ്യമാക്കപ്പെടുന്ന ഒരാൾ കണ്ണൂരിലേക്ക് പോകുമ്പോൾ അത് കെ സുധാകരനാണ്. കെ സുധാകരൻ നമുക്കറിയാം, അദ്ദേഹം നിയമസഭയിലേക്ക് വരണം. അദ്ദേഹത്തിൻ്റെ സാധ്യത എത്രമാത്രമുണ്ടോ എന്നത് വിലയിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ആ ആഗ്രഹം വച്ചു പുലർത്തുന്നുണ്ട്. കാരണം കെ സുധാകരന് സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കണം. അത് സ്വാഭാവികമായും മന്ത്രിസഭയിലെത്താനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണ്. പക്ഷേ കെ സുധാകരനും ഈ നീക്കം ഏറെക്കുറെ പരസ്യമായി ഉന്നയിക്കുന്നുണ്ട്. കോഴിക്കോടേക്ക് പോകുമ്പോൾ MK രാഘവനും ഈ ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്ന വ്യക്തിയാണ്. നേരത്തെ കെ മുരളീധരനെയൊക്കെ ഈ ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്ന ഒരാളായിരുന്നെങ്കിൽ കൂടിയും കെ മുരളീധരൻ ഇത്തവണ MP അല്ല. സ്വാഭാവികമായും അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കാവുന്ന സാഹചര്യം തന്നെയുണ്ട്. കെ സുധാകരൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ കെ സുധാകരൻ MP ആണെങ്കിൽ കൂടിയും കെ സുധാകരന്
അദ്ദേഹത്തിന് കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതയും സാഹചര്യവുമാണ് അത് കളമൊരുങ്ങുന്നത്. അതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. മറ്റൊരു സജീവ പേരുകാരൻ അത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ആ വേദി അദ്ദേഹത്തിൻ്റെ പേര് ആ തരത്തിൽ തന്നെ പരിഗണിക്കണമെന്ന ആഗ്രഹം പങ്കുവെക്കുന്നയാളാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ലക്ഷ്യമിടുന്ന നിയമസഭാ മണ്ഡലം ഉദുമയാണ്. ഇതാണ് നിലവിൽ കോൺഗ്രസിലെ 4 പ്രധാനപ്പെട്ട പേരുകൾ പരാമർശിക്കാൻ കഴിയുന്ന നിലവിലുള്ള എംപിമാരുടെ രാഷ്ട്രീയ താല്പര്യം. പക്ഷേ ഇതിലധികം പേരുകാരുണ്ട്. പക്ഷേ അവർക്കപ്പുറം കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന രാഷ്ട്രീയ സാധ്യതയുള്ള പക്ഷെ പല ഘടകങ്ങളും ഇതിലുണ്ടല്ലോ. അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് പ്രതികൂല ഘടകങ്ങളും ഉണ്ട്. കാരണം എംപിമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. മുമ്പ് കെ മുരളീധരനെ മത്സരിപ്പിച്ചിരുന്നു സമീപകാലത്ത് നേമത്ത്. പക്ഷേ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതൊരു റിസ്ക് എടുത്തുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ജയിച്ചാൽ തന്നെ അവിടെ ലോക്സഭാ സീറ്റ് ഒഴിവ് വരുമ്പോൾ അവിടെ വീണ്ടും മുന്നണിക്ക് സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള പ്രശ്നം കൂടി വരുന്നതുമാണ്. പക്ഷേ ഇവിടെ ഈ പേരുകൾ നോക്കുമ്പോൾ ഇതിൽ അടൂർ പ്രകാശിന് മിക്കവാറും ഒരു ഒഴിവ് നൽകിയേക്കാം. കാരണം കോന്നി എന്നുള്ള മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണ്. പത്തനംതിട്ടയിൽ കോൺഗ്രസിന് നിലവിൽ സീറ്റുകളില്ല, UDF സീറ്റുകളില്ല. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കോന്നി വളരെ നിർണായകമായ ഒരു ഘടകമായി മാറും. മാത്രമല്ല അടൂർ പ്രകാശ് അത് ബോധിപ്പിച്ചിട്ടുമുണ്ട് എന്നാണ് അറിയുന്നത്. ആറ്റിങ്ങലിൽ ഇനി ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ അവിടെ താൻ തന്നെ ഒരാളെ നിർത്തി ജയിപ്പിച്ചു കൊള്ളാം എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ്. അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള വിവരങ്ങളാണ്, അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗണത്തിൽ 7 പേരിൽ അടൂർ പ്രകാശിന് മാത്രം ഒരു സാധ്യത, പിന്നെ കൂടി വരികയാണെങ്കിൽ കെ സുധാകരന് കൂടി. ഇതിനപ്പുറം പോകുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? പിന്നെ പിടിച്ചേ തീരൂ എന്ന് പറയുന്ന മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കണ്ണൂരേ ഉൾപ്പെടുന്നുള്ളൂ. ഉദുമയിൽ ഇനി സുധാകരനെ കൊണ്ടുപോയി മത്സരിപ്പിച്ച ഒരു പരീക്ഷണത്തിന് എന്തായാലും തയ്യാറാവുകയില്ല. അപ്പോൾ ഈ 2 പേരുകളിൽ ഒതുങ്ങുകയില്ലേ സൈത്ത്? അതെ മഞ്ജുഷ, അത് കൃത്യമായ നിരീക്ഷണമാണ്. എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശ് എന്ന പേരിന് കൂടുതൽ സാധ്യത പല അർത്ഥത്തിലുമുണ്ട്. അത് ഒരുപക്ഷെ അടൂർ പ്രകാശിൻ്റെ ആഗ്രഹത്തിനപ്പുറത്തേക്ക് മുന്നണിയുടെ പൊതു താല്പര്യവും ചില ജാതിമത സമവാക്യങ്ങളുടെ കൂടിച്ചേരലും കൂടിയാണ് ഈ അടൂർ പ്രകാശ് എന്ന സാധ്യതയിലേക്ക് കൂടുതലായി വരുന്നതിന് കാരണം. കിരൺ ബാബു ഉണ്ട് നമുക്കൊപ്പം. കിരൺ, എന്തുകൊണ്ട് അടൂർ പ്രകാശിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരു വഴി തുറങ്ങാനുള്ള സാധ്യതയുണ്ട്? അത് നമുക്ക് പരിശോധിക്കുമ്പോൾ ആ സാധ്യതയിൽ എന്തൊക്കെയാണ് ഘടകങ്ങളായി പ്രവർത്തിക്കാൻ സാധ്യത? ഈ ഭൂരിഭാഗം എംപിമാരെ സംബന്ധിച്ചിടത്തോളം എംപിമാരുടെ പേഴ്സണലായ ഒരു താല്പര്യം കൂടിയാണ് അവർക്ക് സംസ്ഥാന നിയമസഭയിലേക്ക് വരിക. സ്വാഭാവികമായും അടുത്ത തവണ UDF ഒരു അധികാരം കിട്ടുമെന്നൊരു വലിയ പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ ഒരു പ്രതിപക്ഷത്ത് MP ആയിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും കൂടുതൽ ഗ്ലാമർ പോസ്റ്റും അധികാരമെല്ലാം ഉള്ളത് മന്ത്രി കസേര തന്നെയാണ്. അങ്ങനെ ഈ പറയുന്ന എംപിമാർക്കെല്ലാം താല്പര്യമുണ്ട്. പക്ഷേ അടൂർ പ്രകാശിന് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ UDF സംബന്ധിച്ച് ഈ ജാതി മത സമവാക്യം ഏറ്റവും പ്രധാനമാണ്. അവിടെയാണ് അടൂർ പ്രകാശിന് ഒരു പ്രാധാന്യം വരുന്നത്. കോൺഗ്രസിന് ഇപ്പോൾ നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, അത് VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാൽ, ഇവരെല്ലാം നായർ വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാക്കളാണ്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ഷാഫി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലും കേന്ദ്ര രാഷ്ട്രീയത്തിലും ഒക്കെയുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും പ്രധാന നേതാക്കളൊക്കെ ഉണ്ട്. ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ഇടതു മുന്നണിയുടെ, പ്രത്യേകിച്ച് CPM വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അത് ഈഴവ വിഭാഗത്തിൽ നിന്ന് വരുന്ന വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ കോൺഗ്രസിന് കഴിയണം എന്നുണ്ടെങ്കിൽ ഈഴവ വിഭാഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ചില നേതാക്കൾ കൂടി മത്സരിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെ ഒരു സാമുദായിക സമവാക്യം കൃത്യമായി പാലിച്ചു തന്നെയാണ്. അതിന് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ളിലായാലും മുസ്ലിം വിഭാഗത്തിനുള്ളിലായാലും ഹിന്ദു വിഭാഗത്തിനുള്ളിലായാലും അങ്ങനെ തന്നെയാണ് മത്സരിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു വിഷയം ഈഴവ വിഭാഗത്തിൽ നിന്നുകൂടി പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കണം. അത് പ്രധാന 2 നേതാക്കളൊന്ന് അടൂർ പ്രകാശും ഒന്ന് K സുധാകരനുമാണ്. അപ്പോൾ അടൂർ പ്രകാശിനെ പോലെ ഒരു നേതാവ് മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സാമുദായിക സമവാക്യം കൂടി പാലിക്കപ്പെടാം. പക്ഷേ അടൂർ പ്രകാശ് അങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് നിൽക്കുന്നില്ല. അത് ചിലപ്പോൾ തന്ത്രപരമായി അദ്ദേഹം നിൽക്കുന്നതാവും. താൻ അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തിരിച്ചടിയാകുമോ എന്നുള്ളത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പൊതു